ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പച്ച തെരണ്ടിയാണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പം മീനിനൊക്കെ ഭയങ്കര വിലയാണല്ലേ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് പച്ച തെരണ്ടിയാണ് കേട്ടോ. അത് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പരക്കി വെക്കണം കേട്ടോ. പെരക്കി വെക്കുന്നത് എന്തിനാ വെച്ചാൽ മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് കഷ്ണത്തിന് പിടിക്കും. അതിനാണ് കേട്ടോ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ കുഴച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം നമ്മളിത് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും സാധനം നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിനോടൊപ്പം തന്നെ നമ്മൾ പുളി നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരപ്പിട്ടു. അരപ്പ് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നന്നായിട്ട് തിളയായി വന്നിട്ടുണ്ട്. അങ്ങനെ കഷ്ണത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റേ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, എന്നാലേ ആ കറിവേപ്പിലേൻ്റെ മണം അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.